നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ കോടതിയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കും. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ ആവശ്യപ്പെടും. ശിക്ഷയിൽ കുറവ് വേണം, ഇളവ് വേണം എന്ന ആവശ്യമായിരിക്കും പ്രതിഭാഗം ഉന്നയിക്കുക. എന്താണ് കോടതി ശിക്ഷ വിധിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയാണ്. ഇനി എസ് രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് മിനി സൂചിപ്പിച്ചതുപോലെ 8 വർഷം പൾസർ സുനി ജയിലിൽ കിടന്നു കഴിഞ്ഞു. മൊത്തം എത്ര വർഷം ശിക്ഷ കിട്ടുമെന്നുള്ളത് പ്രധാനമാണ്. കാരണം 10 വർഷത്തെ ശിക്ഷയാണ് കൊടുക്കുന്നത് എങ്കിൽ ജയിലിൽ പോലും കിടക്കാതെ മോചിതനാകാൻ കഴിയും എന്നൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ പരമാവധി ശിക്ഷ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതായത് ഇതിൽ ഗ്യാങ് റേപ്പ് അടക്കമുള്ള വകുപ്പുകളാണുള്ളത്. അത് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ശിക്ഷ, ജീവപര്യന്തം ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. അത് തന്നെ ലഭിക്കുമെന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് പ്രോസിക്യൂഷനുള്ളത്. കാരണം ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ളൊരു കൃത്യമാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള സംഘം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കോടതിയും കണ്ടെത്തി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വകുപ്പുകൾ സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് കോടതി വ്യക്തമാക്കുകയും ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഇവർക്ക് ഉറപ്പാക്കാൻ കഴിയുമെന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ ഈ കേസ് വിളിച്ചിട്ടുണ്ട്. കേസിൽ മറ്റ് കേസുകൾക്ക് ശേഷം ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ നിലപാട്. അതായത് കേസ് മാറ്റിവെച്ചിരിക്കുന്നു. മറ്റ് കേസുകൾക്ക്, അതായത് ഉടൻ ഉണ്ടാവില്ല ശിക്ഷയിന്മേലുള്ള വാദം. അപ്പോൾ ഇന്ന് തന്നെ ഉത്തരവ് ഉണ്ടാകില്ല എന്നുള്ളതാണോ അതിൻ്റെ സൂചന എന്നുള്ളത് കാണണം. കാരണം ശിക്ഷയിന്മേൽ 6 പ്രതികൾക്കും പറയാനുള്ളത് കേൾക്കാനുണ്ട്, അവരുടെ അഭിഭാഷകർക്ക് വാദിക്കാനുള്ളത് കേൾക്കാനുണ്ട്, പ്രോസിക്യൂഷൻ്റെ വാദവും കേൾക്കാനുണ്ട്. ഇതിന് ശേഷമാണ് ഉത്തരവ് പറയേണ്ടത്. അപ്പോൾ ഇന്ന് ശിക്ഷാവിധിയിന്മേൽ വിധി പ്രസ്താവം ഉണ്ടാകില്ലേ? ഇനി വിധി പ്രസ്താവം ഉണ്ടായാലും ഒരുപാട് നീണ്ട വിധിന്യായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിധി പകർപ്പ് ഇന്ന് ഉണ്ടാകില്ലേ? ഈ സംശയങ്ങൾ അവിടെ ഉണ്ട്. കോടതി കേസ് വിളിച്ചു. മറ്റ് കേസുകൾക്ക് ശേഷം ഈ കേസിലെ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇന്ന് തന്നെ കേസ് കേൾക്കും, പക്ഷേ ഇന്ന് തന്നെ വിധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. രാഗൻ തുടരുന്നുണ്ട്. രാഗൻ, മറ്റ് കേസുകൾ കേട്ടതിന് ശേഷം ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കാം എന്നാണ് കോടതി പറയുന്നത്. ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കൽ ഇന്ന് പൂർത്തിയായേക്കും. വിധി ഇന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സംശയിക്കേണ്ടി വരാം. കാരണം ഇപ്പോൾ കോടതി കേസ് വിളിച്ചു, 6 പ്രതികളെയും അവിടെ കയറ്റി നിർത്തി. അതിനുശേഷം കോടതി പറഞ്ഞത് മറ്റ് കേസുകൾക്ക് ശേഷം ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കാം എന്നതാണ്. അതായത് മറ്റ് കേസുകൾ കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് കേസുകൾ കേട്ട് വേഗം തീർപ്പാക്കിയ ശേഷം ശിക്ഷയിന്മേലുള്ള വാദം നടക്കും. അത് ഒരുപക്ഷെ ആദ്യത്തെ ഒരു മണിക്കൂർ ഒക്കെ എടുക്കാം. ആ ശിക്ഷയിന്മേലുള്ള വാദം തുടങ്ങും. 11 മണിക്ക് കോടതി ചേരുന്നു. ഏകദേശം ഒരു ഉച്ചയോടുകൂടി ആ ശിക്ഷയിന്മേലുള്ള വാദം ഉണ്ടാകും. അതിന് 2 ഭാഗത്തിനും പറയാനുള്ളത് സ്വാഭാവികമായിട്ടും കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഉത്തരവ് പറയുക. സാധാരണഗതിയിൽ ഉത്തരവ് ഒരുപക്ഷെ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത ചിലപ്പോൾ കുറവാണ്. സാധാരണഗതിയിൽ മറ്റ് കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്ന ദിവസം ആരൊക്കെയാണോ കുറ്റക്കാർ, ആരൊക്കെയാണോ കുറ്റക്കാരല്ലാത്തവർ അവരെ കണ്ടെത്തും, അല്ലെങ്കിൽ അവരുടെ കാര്യം പറയും. അതിനുശേഷം അന്ന് തന്നെ ശിക്ഷയിന്മേലുള്ള വാദം നടക്കാറുണ്ട്. അന്ന് തന്നെ ശിക്ഷയിന്മേലുള്ള വാദം നടത്തിയ ശേഷം ശിക്ഷാ വിധിക്കായിട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണ് സാധാരണ പല കേസുകളിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ദിവസം ശിക്ഷാവിധി അങ്ങ് പ്രഖ്യാപിക്കും. തുടർന്ന് ഇവർക്ക് എല്ലാവർക്കും ഈ ഉത്തരവിന്റെ പകർപ്പ് പ്രതികൾക്ക് എല്ലാവർക്കും കൈമാറേണ്ടതുണ്ട്. അത് ജയിലിലും എത്തിച്ച് നൽകേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രോസസ്സ് കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു കുറച്ച് നീണ്ട പ്രോസസ്സ് കൂടിയാണ്. മാത്രമല്ല ഈ ശിക്ഷയിന്മേലുള്ള വാദത്തിൽ ഓരോ പ്രതികൾക്കും പറയാനുള്ള കാര്യം, പ്രോസിക്യൂഷൻ അതിൽ കൗണ്ടർ ചെയ്യാനുള്ള കാര്യം അതുകൂടി വിധിന്യായത്തിന്റെ ഭാഗമാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ ഈ ശിക്ഷാവിധിയുടെ കാര്യത്തിൽ ഇന്ന് ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത് കൂടുതൽ ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം മറ്റ് കേസുകളാണ് വിളിക്കുക. അത് ഏകദേശം ഒരു പക്ഷേ അത് കോടതിയുടെ ഇതിൽ നിശ്ചയിക്കുന്ന കോസ്റ്റ് ലിസ്റ്റിൽ അത് ഏതൊക്കെ കേസുകളുണ്ട് എന്ന് നോക്കിക്കൊണ്ടായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം ശിക്ഷയിന്മേലുള്ള വാദം ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കാം. കാരണം അതുകൂടിയുണ്ട്. അതിനുശേഷം കോടതി ഒരു കാര്യം ഈ പരിശോധിച്ചുകൊണ്ട് ഇത് ഉത്തരവിന്റെ ഭാഗമാക്കണം. വൈകിട്ട് 5 മണി വരെ കോടതി നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് എങ്ങനെയായിരിക്കും വരിക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ദിവസം തന്നെയാണ്. അതിൽ ശിക്ഷയിന്മേലുള്ള വാദത്തിൽ സ്വാഭാവികമായിട്ടും പ്രതികൾ പറയുക തങ്ങൾക്ക് പരമാവധി ശിക്ഷ കുറച്ച് നൽകണം എന്നതായിരിക്കും. തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ കാര്യങ്ങളുമൊക്കെയാണ് സാധാരണഗതിയിൽ പ്രതികൾ ചൂണ്ടിക്കാട്ടാറ്. പക്ഷേ പ്രോസിക്യൂഷൻ പറയാറ് ഇത്തരത്തിൽ ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണം. കാരണം അത്യത്തോളം ക്രൂരകൃത്യം, ഹീനകൃത്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ആ ശിക്ഷ സമൂഹത്തിനാകെ, അല്ലെങ്കിൽ അത് ഈ ശിക്ഷ നൽകുന്നതോടുകൂടി ഒരു സന്ദേശം എന്ന നിലയിലായിരിക്കണം ഈ ശിക്ഷ വരേണ്ടത് എന്ന കാര്യവും കൂടി കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ വാദിക്കുകയാണ് സാധാരണഗതിയിൽ പതിവ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി വരേണ്ടതുണ്ട്. അങ്ങനെ ഓരോ പ്രതികൾക്കും പറയാനുള്ളത് കേൾക്കും. അത് ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെയാണ് ഒരു പ്രതികൾക്ക് എടുക്കുക. അപ്പോൾ 6 പ്രതികളുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള സമയം സ്വാഭാവിക
സ്വാഭാവികമായിട്ടും എടുക്കും. തീർച്ചയായിട്ടും പക്ഷേ ഒരു മണിക്കൂറിന് ശേഷം ശിക്ഷയിന്മേലുള്ള വാദം കേസ് കേൾക്കും. അതായത് ഇന്ന് മറ്റ് കേസുകൾ പരിഗണിച്ചതിന് ശേഷം കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിധി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.